guys, so welcome back to my YouTube channel. So we were planning this Q&A, right? So for that I have my sister with me. Hi, I am Agnaya. Okay, perfect. So നമ്മൾ കുറേ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. അതിൽ വന്നിരിക്കുന്ന ടോപ്പ് 10 ക്വസ്റ്റ്യൻസ് മാത്രമാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. So let's go into that. Okay, first question. Share your experience about shave in detail. Okay. So experience about shave എന്ന് പറയുമ്പോൾ ലൈക്ക് as I already mentioned, അത് പെട്ടെന്ന് വന്നൊരു ഇമ്പൾസീവ് തോട്ടാണല്ലോ എനിക്ക് ഹെഡ് ഷേവ് ചെയ്യാന്നുള്ളത്. സോ എന്നെ അറിയുന്നവർക്കറിയാം, ലൈക്ക് കുറേ കാലം മുന്നോട്ട് ഞാൻ ഇങ്ങനെ ഓരോ സ്റ്റൈൽസ് ട്രൈ ചെയ്യാറുണ്ട്. സോ ലൈക്ക് ദാറ്റ് ഓൺലി ഐ ജസ്റ്റ് വാണ്ടഡ് എ ചേഞ്ച്, ബിക്കോസ് നമ്മൾ ഒരേപോലെ നമ്മൾ കുറേ കാണുമ്പോൾ നമുക്ക് തന്നെ ഒരു മടുപ്പ് വരില്ലേ. സോ എനിക്ക് തോന്നി മുട്ട അടിക്കാം. ആൻഡ് ഐ നെവർ തോട്ട് അബൌട്ട് വാട്ട് ഇസ് ദ ഔട്ട്കം. ഓക്കെ, സോ ലൈക്ക് എനിക്ക് മുട്ട അടിക്കാൻ തോന്നി, ഞാൻ മുട്ട അടിച്ചു. സോ ഐ ആം ഫീലിംഗ് ഇൻക്രെഡിബ്ലി ഹാപ്പി. ആൻഡ് മുടി നമ്മൾ ലൈഫിൽ ഒരു വട്ടെങ്കിലും മുട്ട അടിക്കണം. സോ നമ്മൾ ഇത്രയും കാലം ഇങ്ങനെ ഇത്രയും ഹെയർ കൊണ്ടു നടന്നിട്ട് ഇതൊക്കെ പോകുമ്പോൾ നല്ല കാറ്റും നല്ല തണുപ്പൊക്കെ നമ്മുടെ തലയിലേക്ക് തട്ടും. ഓക്കെ, യാ. Okay, next question. You think looks matter more than personality? ലുക്സ് മാറ്റർ മോർ ദാൻ പേഴ്സണാലിറ്റി. Personality. സോ നോ. സോ ലുക്സ് ഒരിക്കലും മാറ്റർ ചെയ്യുന്നില്ലല്ലോ, പേഴ്സണാലിറ്റി അല്ലേ എപ്പോഴും മാറ്റർ ചെയ്യുക. സോ ഒരു പേഴ്സൺ എങ്ങനെയായിരിക്കും, നമ്മൾ ഈ ഡോണ്ട് ജഡ്ജ് എ ബുക്ക് ബൈ ഇറ്റ്സ് കവർ എന്ന് പറയുന്ന പോലെ, ലൈക്ക് നമ്മൾ ആൾക്കാർ കാണുമ്പോൾ തന്നെ നമ്മൾ ജഡ്ജ് ചെയ്യും. പക്ഷെ നമ്മൾ മീറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഇൻ പേഴ്സണിൽ അവരുടെ സ്വഭാവം നേരെ ഓപ്പോസിറ്റ് ആയിരിക്കുമല്ലോ. സോ ഒബ്വിയസ്ലി ഐ വിൽ ഗോ ഫോർ പേഴ്സണാലിറ്റി rather than ലുക്സ്. Life is all about perspectives എന്നല്ലേ? യെസ്. അടുത്തത്, who's the last person you stalked? ലാസ്റ്റ് പേഴ്സൺ ഐ സ്റ്റോക്ഡ്. സോ ലാസ്റ്റ് പേഴ്സൺ വുഡ് ബി ഐ ഗസ്, ഞാൻ ഇന്നലെ NDTV സെർച്ച് ചെയ്തിരുന്നു. അവരൊരു ആർട്ടിക്കിൾ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നോക്കാൻ വേണ്ടി ഞാൻ അവരെ സ്റ്റോക്ക് ചെയ്തിരുന്നു, അവരുടെ പ്രൊഫൈലിൽ കയറിയിട്ട്. കീർത്തന ഏറ്റവും കൂടുതൽ സ്റ്റോക്ക് ചെയ്തത് അവളുടെ അക്കൗണ്ടിൽ തന്നെയാണ്. അതാണ് ഫസ്റ്റത്തെ കാര്യം. താങ്ക് യു ഗൈസ്. യു ഹാവ് ടു ലവ് യുവർ സെൽഫ് ഗൈസ് ഫസ്റ്റ്. That's right. Okay, അടുത്ത ക്വസ്റ്റ്യൻ. Have you gotten more healthy hairs than before? ഓക്കെ, സോ പണ്ട് എനിക്ക് ഭയങ്കര ഹെയർ ഉണ്ടായിരുന്നു. ലൈക്ക് എനിക്ക് ഇത്ര ലെങ്ത്തിൽ ഹെയർ ഉണ്ടായിരുന്നു. അത് ഭയങ്കര കട്ടിയുള്ള ഹെയറാണ്. പിന്നെ എൻ്റെ ഹെയർ എല്ലാം ഭയങ്കര കട്ടിയുള്ളതാണ്. അതുകൊണ്ട് ആഫ്റ്റർ ആൻഡ് ബിഫോർ ഷേവ് എന്ന് പറയുമ്പോൾ ഞാൻ കുറേ ട്രീറ്റ്മെൻറ്റ്സ് എടുത്തിരുന്നു. ലൈക്ക് ഞാൻ ബോട്ടോക്സ് ചെയ്തിട്ടുണ്ട്, സ്ട്രെയിറ്റനിങ്, സ്മൂത്തനിങ് എല്ലാം ചെയ്തിട്ടുണ്ട്. അപ്പം കുറച്ച് കട്ടി കുറഞ്ഞിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇപ്പം കട്ടി ആയോ എന്ന് അറിയാനുള്ളൊരു ഗ്രോത്ത് ആയിട്ടില്ല. ആകെ 1 ഇഞ്ച് 2 ഇഞ്ച് എന്താ വളർന്നിട്ടുള്ളൂ. സോ ഇത് വളർന്നു കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാൻ കട്ടിയിലാണോ വരുന്നത് അല്ലയോ എന്ന്. Okay, അടുത്തത്. What is your mom's reaction after seeing this? What is your reaction after completing head shave? ഓക്കെ, സോ ഫസ്റ്റ് മോംസ് റിയാക്ഷൻ എന്താ വെച്ചാൽ, ആക്ച്വലി ഞാനും അമ്മയും കൂടെ പോയിട്ടാണ് ഹെഡ് ഷേവ് ചെയ്തത്. ഇവള് പക്ഷെ വന്നില്ല കേട്ടോ, മടി കാരണം. സോ റിയാക്ഷൻ പ്രത്യേകിച്ചൊന്നും ഉണ്ടായിരുന്നില്ല. എൻ്റെ മുട്ട എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു, നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ട പോലെ. ആൻഡ് അമ്മയാണ് ഇപ്പോൾ വീഡിയോ എടുത്ത് തരുന്നത്. സോ എല്ലാവരും ഹാപ്പിയാണ്. മുട്ട അടിച്ച എല്ലാവർക്കും കംപ്ലൈൻറ്റോ പരാതിയോ ഒന്നുമില്ല. Yeah, next question. After your head shave video, it went viral. Even so many news channels viral on your video of bald. How do you feel now? Are you happy or still you want more viral on? ഓക്കെ, സോ ഞാൻ സ്വപ്നത്തെ പോലും വിചാരിച്ചിട്ടില്ല ഈ ഒരു വീഡിയോ വൈറലാവുന്നു. സോ ഞാൻ മുട്ട അടിച്ചിട്ട് 2 വീക്സ് ആയിട്ട് ഞാൻ റിയാക്ഷൻ വീഡിയോ എടുത്തിരുന്നു. പിന്നെ എൻ്റെ ഒരു ഫ്രണ്ട് കൂടെ വന്നുകൊണ്ട് മാത്രമാണ് ആ ഷേവ് ചെയ്യുന്ന ക്ലിപ്പ് എടുത്തത്. സോ എന്നിട്ട് എൻ്റെ ഒരു ഫ്രണ്ട് വന്നു, ദൃശ്യ എന്നാണ് അവളുടെ പേര്. അപ്പോൾ അവൾ വന്നിട്ട് ഞങ്ങൾ കുറച്ച് ഫോട്ടോസ് എടുത്തിരുന്നു. അപ്പോൾ അവൾ പറഞ്ഞു, നീ ആ വീഡിയോ ഒന്ന് അപ്ലോഡ് ചെയ്യുന്നിട്ട് വേണം എനിക്ക് ഇതിൻ്റെ കൂടെ മുട്ടയുള്ള സ്റ്റോറി ഇടാനെന്ന് പറഞ്ഞത് കൊണ്ട് ഞാൻ അന്ന് അവൾ വന്ന ദിവസം ജസ്റ്റ് ഒന്ന് ഇൻഷോട്ടിലിട്ട് എഡിറ്റ് ചെയ്തിട്ട് വെറുതെ അപ്ലോഡ് ചെയ്തതാണ്. അപ്പോൾ എൻ്റെ ഫ്രണ്ട്സിൻ്റെ എല്ലാവരുടെയും റിയാക്ഷൻ കണ്ടിട്ട് ഈ വീഡിയോ അങ്ങ് റീച്ച് ആയതാണ്, ഞാൻ പോലും അറിയാതെ. എന്നിട്ട് പിന്നെ ഞാൻ എൻ്റെ വേറൊരു ഫ്രണ്ട്, അവൻ ഡിജിറ്റൽ മാർക്കറ്റിംഗ് വർക്ക് ചെയ്യുന്നത്, അവൻ്റെ പേര് അൻഷീന. സോ അവൻ പറഞ്ഞു, ഇങ്ങനെ ഒരു ക്യാപ്ഷൻ കൊടുക്ക്, മോം ഡിസൈഡഡ് മൈ മാരേജ്, അങ്ങനെ എന്തോ പറഞ്ഞിട്ട് ക്യാപ്ഷൻ കൊടുക്കുന്ന അവൻ തന്ന ഐഡിയാണ്. സോ ഞാൻ അങ്ങനെ ഒരു ക്യാപ്ഷൻ കൊടുത്തിട്ട് ആ വീഡിയോ അപ്ലോഡ് ചെയ്തപ്പം അത് ഭയങ്കര റീച്ചായി. സോ ഇന്ത്യയിൽ ഈ മാരേജ് എന്ന് പറയുന്നത് ഇത്ര വലിയൊരു പ്രശ്നമാണെന്ന് ഞാൻ സ്വപ്നത്തെ പോലും വിചാരിച്ചിട്ടില്ല. ആൻഡ് ഈ മുടി മുട്ട അടിക്കുന്നത് ഒരു നോർമൽ തിങ് ആയിട്ടാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ ഞാൻ അത് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് അത് നോർമൽ അല്ല, കുറച്ച് ക്രേസി ആണ് എന്നുള്ളത്. Okay, next question. Does your family will allow you to shave your head again? Yeah, so definitely they allowed me, right? So ആരും അലോ ചെയ്യേണ്ട ആവശ്യമില്ല. ഫസ്റ്റ് ഓഫ് ഓൾ ദിസ് ഇസ് മൈ ഹെയർ, സോ ഐ ക്യാൻ ഡു വാട്ട് എവർ ഐ വാണ്ട്. ആൻഡ് ഓൾസോ മൈ പാരൻസ് ആർ വെരി ചിൽ. സോ അവരങ്ങനെ ചെയ്ത് ഇങ്ങനെ ചെയ്തൊന്നും പറയാറില്ല. സോ എനിക്ക് എന്താണോ ചെയ്യാൻ തോന്നുന്നു ഞാൻ ചെയ്യും. അപ്പം ഫ്യൂച്ചറിൽ എനിക്ക് വീണ്ടും മുട്ടടിക്കാൻ തോന്നിയാൽ ചിലപ്പോൾ ഞാൻ അടിക്കുമെന്ന് പറയാൻ പറ്റില്ല. ഞാൻ പറഞ്ഞില്ലേ, ഐ എം വെരി ഇമ്പൾസീവ്. സോ എനിക്ക് തോന്നുന്നത് എന്താണോ അതങ്ങ് ചെയ്യും. ഞാൻ ചിന്തിക്കില്ല ലൈക്ക് പിന്നീട് എന്താവും, ഔട്ട്കം എന്തായിരിക്കും, അങ്ങനെയൊന്നും ചിന്തിക്കില്ല. പിന്നെ ഓൾസോ ഞാൻ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാലും എനിക്ക് റിഗ്രറ്റ്സ് ഉണ്ടാവില്ല, 0 regrets. Yeah. Next question. How did your parents accept it for your bold decision?
സെയിം ക്വസ്റ്റ്യൻ റൈറ്റ് ലൈക്ക് Yeah. ഇപ്പൊ നമ്മൾ പറഞ്ഞല്ലോ പാരന്റ്സ് ആർ ഓക്കെ വിത്ത് വാട്ട് ഐ എം ഡൂയിങ്. Next question. You're my inspiration. Next week I'll do the same what you did. പേരെന്തായിരുന്നു? Same fan, Ajit Kumar. അജിത് കുമാർ. ഐ ഗസ് എനിക്ക് അജിത് കുമാറിന്റെ കുറെ മെസ്സേജസ് വന്നു. സോ താങ്ക് യു സോ മച്ച്. ഗോ ഫോർ ഇറ്റ്, യു വിൽ ലവ് ദാറ്റ്. Okay, next question. No one talks about emotions right before you shave. Can you explain what you were going through when you went to temple and what all incidents happened in temple before you shaved there? It would be helpful if you post the whole thing as a vlog, like how you entered and how they prepared your hair. So yeah, so as I said, I don't have any clips. I only have the clip of 7 minutes, right? That I already have uploaded. So what I felt was like അങ്ങനെ പ്രത്യേകിച്ച് പറയാൻ മാത്രം nothing I felt because I just wanted to do that, right? So we went to the temple, then we did this and yeah, then അവിടെ അടുത്തൊരു പുഴ ഉണ്ടായിരുന്നു and അവിടെ പോയിട്ട് നമ്മൾ പുഴയിൽ തല കുളിച്ചു. അമേസിങ് ഫീൽ ആയിരുന്നു ഗൈസ്. കാരണം ഇത് ഷേവ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ കാണുന്നില്ലല്ലോ മിററിലൊന്നും. അമ്മ ക്യാമറ കറക്റ്റാണോ? ഓക്കെ, കാണുന്നില്ലല്ലോ. എന്നിട്ട് നമ്മൾ അതിൻ്റെ താഴെ പോയിട്ട് ഞാനിങ്ങനെ ഹെയർ വാഷ് ചെയ്യുന്നു. അപ്പോൾ കിട്ടിയൊരു സുഖമുണ്ട്. ഭയങ്കര തണുത്ത വെള്ളം നമ്മളിങ്ങനെ തലേൻ്റെ ഓട്ടിലൊക്കെ തട്ടില്ലേ, ഇതുവരെ ഞാനത് എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല. അങ്ങനെ നമ്മളിങ്ങനെ തല കഴുകി എന്നിട്ട് കുറച്ച് മുറി അവിടെ ഇവിടെയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടി അവിടെ നിന്ന് കുറച്ച് കളബം തന്നു. അപ്പോൾ അതും എടുത്ത് അങ്ങ് തേച്ചു. സെറ്റപ്പ് ഫീലിംഗ് ആയിരുന്നു. സോ ഗൈസ്, യു ഹാവ് ടു ട്രൈ ദിസ് വൺസ് ഇൻ യുവർ ലൈഫ്. Yeah. Next. How do you look so cute with shaved head? I showed your video to my girlfriend and convinced her for a head shaving temple. ദാറ്റ്സ് ഗ്രേറ്റ്. സോ ഞാൻ പറഞ്ഞ പോലെ എല്ലാവരും ഒരു വട്ടം ഹെഡ് ഷേവ് ചെയ്താൽ ലൈക്ക് യുവർ കോൺഫിഡൻസ് വിൽ ഓൾസോ ഇൻക്രീസ് ആൻഡ് ദീസ് തിങ്സ് സൊസൈറ്റി ഷുഡ് നോർമലൈസ്, റൈറ്റ്? സോ ലൈക്ക് ബോയ്സ് മാത്രമല്ല മുട്ടടിക്കുക, ഗേൾസിനും മുട്ടടിക്കുക ആൻഡ് നത്തിങ് സ്പെഷ്യൽ വിത്ത് ദാറ്റ്. സോ ഇഫ് യു ഗൈസ് ഡു ലൈക്ക് ഇറ്റ് വിൽ ബി മോർ നോർമലൈസ്ഡ്. യാ. Okay, next question. Why you used your decision of going bald to gain social attention? It's your choice of shaving your head, but using it for a social attention. Any reason behind, like to become an influencer so that it can be a new stream for an income? ഓക്കെ, സോ ഫസ്റ്റ് ഓഫ് ഓൾ ഞാനിതൊരു കോണ്ടന്റിന് വേണ്ടി അല്ല മുട്ടയടിച്ചത്. ഇപ്പം എന്നെ അറിയുന്നവർക്കറിയാം, ഞാൻ കുറേ ഒരു 5-6 വർഷമായിട്ട് ഞാൻ ഇങ്ങനെ എൻ്റെ ലൈഫിൽ നടക്കുന്ന കുഞ്ഞു കുഞ്ഞു വീഡിയോസ് ഇടാറുണ്ട്. ലൈക്ക് എന്തെങ്കിലും പുതിയ ഡ്രസ്സ് വാങ്ങിയാൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പുതിയ ഹാപ്പി മൊമെൻ്റ് ഉണ്ടെങ്കിലൊക്കെ ഞാൻ ഷെയർ ചെയ്യാറുണ്ട്. അതേപോലെ ലൈക്ക് ഞാൻ മുട്ടയടിച്ചപ്പോൾ എനിക്കത് ഷെയർ ചെയ്യണമെന്ന് തോന്നി. സോ അത് ഞാൻ ഷെയർ ചെയ്തു, അത്രേ ഉള്ളൂ. ആൻഡ് ഐ നെവർ തോട്ട് ദാറ്റ് ഇറ്റ് വിൽ ഗോ വൈറൽ. ലൈക്ക് ഇന്ത്യ മൊത്തം വൈറലാവും ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ആൻഡ് ഐ എം ഓൾസോ ലൈക്ക് വെരി സർപ്രൈസ്ഡ്. ഓക്കെ, സോ കണ്ടന്റിന് വേണ്ടിയല്ല ഇത് ചെയ്തത്. ഞാൻ നോർമലായിട്ട് വെറുതെ ഇട്ടൊരു വീഡിയോ ആണ്. ലൈക്ക് ഇൻഫ്ലുവൻസിങ്ങിന് വേണ്ടിയാണെങ്കിൽ ഞാൻ വേറെ എന്തൊക്കെയോ ചെയ്തിട്ടൊന്നും ആയിട്ടില്ല. പക്ഷെ ഇത് അതേപോലെ നോർമലായിട്ട് ഒന്നും ആവില്ല എന്ന് വിചാരിച്ച് വെറുതെ ഇട്ടത്. ഒരു 100K വ്യൂസ് കിട്ടും എന്ന് വിചാരിച്ച് മാത്രം ഇട്ടതാണ്. പക്ഷെ ഇത്രയും മില്യൺസ് വരുന്ന ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ആൻഡ് ഐ എം വെരി ഹാപ്പി ആൻഡ് ഐ എം വെരി ഗ്രേറ്റ്ഫുൾ ഫോർ ദാറ്റ്. യാ. Okay, last one. ഇത് question അല്ല, but I am from Telangana. I am supporting you. ഓക്കെ, സോ കുറേ പേരുണ്ട് തെലങ്കാന, ലൈക്ക് ഫ്രം കർണാടക, തമിഴ്നാടു, ഇങ്ങനെ കുറേ പേര് DM കുറേ വരുന്നുണ്ട്. ലൈക്ക് ചെന്നൈയിലാണോ അവിടെയാണോ, ഇങ്ങനെ കുറേ സ്പേസ്, പിന്നെ കുറേ ലാംഗ്വേജ് ലൈക്ക് ഈ ഹായ് ഗാറു, ഹായ് അണ്ടി എന്നൊക്കെ കുറേ മെസ്സേജസ് വരുന്നുണ്ട്. എനിക്കാണെങ്കിൽ ഈ ലാംഗ്വേജ് അറിയാത്തതുകൊണ്ടൊന്നും മനസ്സിലാവുന്നില്ല. സോ ഇഫ് യു ഹാവ് ടു ടെൽ സംതിങ് ടു മീ, യു ഹാവ് ടു സ്പീക്ക് ഇൻ ഇംഗ്ലീഷ് ഓർ മലയാളം ഓർ ഹിന്ദി. ആൻഡ് തമിഴ് ഓൾസോ എനിക്ക് കുറച്ച് മനസ്സിലാവും, പക്ഷേ തെലുങ്കും കന്നഡ ഐ ഹാവ് നോ ഐഡിയ. ആൻഡ് ഓൾസോ ഈവൻ ഐ എം ഗെറ്റിംഗ് മെസ്സേജസ് ഫ്രം ലൈക്ക് മറാത്തി, ഒഡീസ, ആ സൈഡിൽ നിന്ന് കുറേ വരുന്നുണ്ട്. ബട്ട് ഐ എം നോട്ട് അണ്ടർസ്റ്റാൻഡിങ്. ബട്ട് ഗൈസ്, ഐ എം വെരി ഗ്രേറ്റ്ഫുൾ ഫോർ യുവർ ലവ് ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ സപ്പോർട്ടിങ് ഓൾസോ. സോ യാ, വേറെ എന്തെങ്കിലും ഉണ്ടോ? വേറെ questions നിനക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? എനിക്കൊന്നും പറയാനില്ല. Okay guys, so thank you for watching my video. So stay tuned for the next video. Bye bye. And also do share. No, don't share. Like you can comment what you think. If you have anything else to know about, anything about curious, so you can comment down all your abhiprayam. So we'll try to improve. And this is my first video. Like I'm speaking in front of the camera. So kore mistakes and down. So yeah, bear with me. Thank you.